സലീം മാലിക് ചടങ്ങ് നടന്ന വിഴിഞ്ഞത്തു നിന്നും ആർ ശ്രീജിത്ത് വിമാനത്താവളത്തിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്രീജിത്ത്, രണ്ട് പ്രസംഗങ്ങൾ ഇതിനോടകം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പദ്ധതിയുടെ അവകാശവാദമൊക്കെ സംബന്ധിച്ച് പുറത്തു നടക്കുന്ന ചർച്ചകളുടെ കേന്ദ്രം ഇപ്പോൾ ഈ രണ്ട് പേരുടെയും പ്രസംഗം തന്നെയായി മാറിയിട്ടുണ്ട്. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട വികസന വിഷയമായി മാത്രമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ അത് LDFും BJPയും ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. അതിനിടെയാണ് ഈ പ്രസംഗങ്ങളും ചർച്ചയാകുന്നത്. എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ, അതിൽ നടന്ന പരാമർശങ്ങളെ? വിജയകുമാർ, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് പ്രധാനപ്പെട്ട ചർച്ചയാകുമെന്നതിന്റെ കൃത്യമായ സൂചനയായിരുന്നു വിഴിഞ്ഞം കമ്മീഷനുമായി ബന്ധപ്പെട്ടുയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ. വിഴിഞ്ഞം പദ്ധതി പോലുള്ള ഒരു സുപ്രധാനമായ വികസന നേട്ടത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഭരണമുന്നണിയും പ്രതിപക്ഷവും BJPയും തമ്മിൽ ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ ഒരു പ്രതികരണത്തിലൂടെ രണ്ട് മുന്നണികളെയും ആക്രമിക്കുകയാണ് പ്രധാനമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയ്തത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ നേതാക്കൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ശശി തരൂരും ഈ വേദിയിലുണ്ട്. എന്നാൽ ഈ ആളുകളുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരു ഉദ്ഘാടനമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ നേട്ടം ആർക്കാണെന്ന അവകാശവാദത്തിൽ പ്രധാനമന്ത്രി കൂടി പങ്കാളിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തം പദ്ധതി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 18,000 കോടി രൂപ മുതൽ മുടക്കിലുള്ള പദ്ധതിയാണ്. ഇത് രാജ്യത്തിന്റെ ആകെ ഭാഗമായ ഈ നേട്ടത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടി നൽകുമ്പോൾ പ്രധാനമന്ത്രിയും ഈ വികസന പദ്ധതിയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കുചേർന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് തുറമുഖമന്ത്രി VN വാസവന്റെ ആശംസാ പ്രസംഗവും ശ്രദ്ധേയമായി. ഈ തുറമുഖത്തിന്റെ നേട്ടത്തിന്റെ പങ്ക് തങ്ങളുടെ സർക്കാരിനാണ് എന്ന് പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി പറയുകയാണ് VN വാസവൻ ചെയ്തത്. അതും ഒരു ചരിത്രത്തിലേക്കുള്ള രേഖപ്പെടുത്തലായി നിൽക്കുകയാണ്. എന്തായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ വികസന ചർച്ചകൾ അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണത്തിന്റെ ഒരു നാന്ദി കുറിക്കലായി മാറും. വികസന രാഷ്ട്രീയമായിരിക്കും ഇനിയും വരാനിരിക്കുന്ന കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത്. ശ്രീത്ത്, വിമാനത്താവളത്തിലാണല്ലോ നിൽക്കുന്നത്. പ്രധാനമന്ത്രി വിജയവാഡയിലേക്ക് തിരിച്ചോ? പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഇപ്പോൾ ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വിമാനം ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. വിജയവാഡയിൽ അദ്ദേഹത്തിന് 2:50 എത്തുന്ന തരത്തിലുള്ള യാത്രാ ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടപടികൾക്ക് ശേഷം 12:40 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി. അതിനുശേഷം പ്രധാനമന്ത്രിയെ യാത്രയക്കുന്ന ചടങ്ങായിരുന്നു. യാത്രയപ്പ് ചടങ്ങിലും ഗവർണറും മുഖ്യമന്ത്രിയും തിരുവനന്തപുരം കളക്ടർ അനുകുമാരിയും BJP നേതാക്കളും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. യാത്രയപ്പ് ചടങ്ങുകൾ പൂർത്തിയാക്കി വിമാനം ഇപ്പോൾ പുറപ്പെടുകയാണ്. വിമാനം റൺവേയിലേക്ക് പ്രവേശിക്കുന്നു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് വിമാനത്താവളത്തിൽ നിന്നും. സലീം മാലിക് ചടങ്ങ് നടന്ന വിഴിഞ്ഞത്ത് ഉണ്ട്. സലീമ, വിഴിഞ്ഞം തുറമുഖ ശില്പി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മന്ത്രി VN വാസവൻ വിശേഷിപ്പിച്ചത്. കാലം കാത്തുവച്ച കർമ്മയോഗി എന്നൊരു വിശേഷണവും VN വാസവൻ മുഖ്യമന്ത്രിക്ക് നൽകി. ഈ പദ്ധതിയുടെ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സർക്കാരുകളെ പറ്റി പൊതുവെ പരാമർശിച്ചതല്ലാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയില്ല. കരാറിൽ ഉണ്ടായ ചില പോരായ്മകളും അതിനിടയിൽ നടന്ന സമരം, ഇടതുമുന്നണി നടത്തിയ മനുഷ്യച്ചങ്ങലെ പറ്റിയൊക്കെ മുഖ്യമന്ത്രി പരാമർശിച്ചു. ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇടത് സർക്കാരിനാണ്. അത് പ്രത്യേകിച്ച് 1ഉം 2ഉം പിണറായി സർക്കാരിനാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് പോലും വഴിവെക്കാതെ മറ്റേതെങ്കിലും ഒരു പരാമർശം നടത്തി അതിൽ ഒരു സാധ്യത പൂർണ്ണമായും അടയ്ക്കുക കൂടിയാണ് മുഖ്യമന്ത്രിയും VN വാസവനും ഒക്കെ ഈ ചടങ്ങിൽ ചെയ്തതെന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലേ സലീം മാലിക്? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇടത് സർക്കാർ അത് അവരുടെ രാഷ്ട്രീയ ആയുധമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ കാണുന്നു. ഒപ്പം തന്നെ ക്രെഡിറ്റ് മറ്റാർക്കും നൽകാതെ സ്വന്തമായി കഴിഞ്ഞ 2 LDF സർക്കാരുകൾക്കാണ് എന്നുള്ള കാര്യമാണ് ഈ പ്രസംഗത്തിലുടനീളം വ്യക്തമാക്കിയത്. അത് 3 മിനിറ്റ് മാത്രമുള്ള സംസാരത്തിനിടയിൽ മന്ത്രി VN വാസവനും അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലും അത് അങ്ങനെ തന്നെ പറയുകയായിരുന്നു. അതിൽ ഒരു പടി കൂടി കടന്ന മന്ത്രി VN വാസവൻ പറഞ്ഞതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി, കാലം കാത്തുവെച്ച കർമ്മയോഗി എന്ന നിലയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതോടുകൂടി തന്നെ പിണറായി വിജയൻ
വിജയനെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ശില്പി എന്ന നിലയിലേക്കുള്ള ഒരു പ്ലേസ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇന്ന് മന്ത്രി VN വാസവൻ ഇവിടെ ശ്രമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും തുറമുഖത്തിൻ്റെ ശില്പി ഉമ്മൻചാണ്ടിയാണ് എന്ന് കാണിച്ചുകൊണ്ട് നിരവധി ഫ്ലെക്സ് ബോർഡുകളും കോൺഗ്രസ് നേതാക്കളുടെ പരാമർശവും ഒക്കെ UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിൽക്കുക കൂടി ചെയ്ത ചടങ്ങാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ആ പരാമർശത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറുന്നുണ്ട്. നേരത്തെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ഈ വേദിയിൽ വെച്ച് LDF സർക്കാരിനെ വിമർശിക്കുകയും ഇതിൻ്റെ ശില്പി ഉമ്മൻചാണ്ടിയാണ് എന്നും ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്ത ചടങ്ങിൽ അതിൻ്റെ ശില്പി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കം പല വഴിയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേന്ദ്ര സർക്കാർ കൂടി പങ്കാളിയാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം നേരത്തെ ഈ ചടങ്ങിനെത്തും മുമ്പ് തന്നെ വഴിവെക്കുകളിലൊക്കെ ഫ്ലെക്സ് ബോർഡുകളിലും ഒക്കെ BJPയും ഇതിൻ്റെ പദ്ധതിയുടെ അവകാശത്തെ ചൊല്ലിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴും രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അത് ഇന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളുടെയും രീതിയും ഒക്കെ മാറി നാളുകളോളം കാത്തുകിടക്കുന്ന തുറമുഖങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകുന്നതിൻ്റെ സൂചന കൂടി ഉണ്ടാകുന്നു എന്നുള്ളതിലും ആ രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളൊക്കെ വിഴിഞ്ഞവും അതിനെ ചൊല്ലിയുള്ള വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും. ആ ചർച്ചകൾക്ക് ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് ഇന്നത്തെ കമ്മീഷനിങ് ചടങ്ങിൽ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ വികസനം തന്നെ ആയിരിക്കും കേരളത്തിലെ ഒരു വിഷയമാക്കാൻ പോകുക ഇടതുമുന്നണി. അതിൽ വിഴിഞ്ഞം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിക്കുമെന്നതും ഉറപ്പാണ്. അതിൻ്റെ സൂചനകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഉദ്ഘാടന വേദിയിൽ, രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന വേദിയിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തുറമുഖ മന്ത്രി VN വാസവന്റെ പ്രസംഗത്തിൽ നിന്നുമൊക്കെ കേട്ടത്.